ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ്. ഇത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുവെക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കന്, ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെറും വെജിറ്റബിൾ വെച്ചിട്ടാണ്. ഇതിലേക്ക് ചിക്കനോ ബീഫോ ഒന്നുമില്ല. വെജിറ്റബിൾ ആണെങ്കിൽ കൂടി ഇത് നല്ല സിമ്പിളായിട്ടും അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഒരു കടായി വെച്ച് ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിന് പേസ്റ്റ് ഇല്ലെങ്കിലും അത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടെടുത്താലും മതി. ഇനി 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇനി മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിളുകൾ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു പൊടിക്ക് ഗരം മസാല കൂടിയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇത് വേവിക്കൊന്നും വേണ്ട കേട്ടോ. അത് പാകത്തെ വേവായിട്ടുണ്ട്. ഇത് ഇനി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്നായി കിട്ടിക്കോളും. ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെയെല്ലാം റോൾ ചെയ്തെടുത്ത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.